ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ സന്തോഷവും സങ്കടവും കൂടി നിറഞ്ഞൊരു ഫീലിംഗ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ അകത്ത് പറയാം. നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പം സ്നാക്സാണ് ഞാൻ വൈകിട്ടേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു സ്നാക്ക് ഞാൻ ഒരുപാട് തവണ നമ്മുടെ വ്ളോഗിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പൊട്ടാറ്റോ ബജിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ കടലമാവും പിന്നെ കുറച്ച് മസാലപ്പൊടികളും മാത്രം മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ, പഴയ വ്ളോഗൊന്നും കാണാത്തവർ, അവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് പറയാം. കടലമാവ് കുറച്ചെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്കായിട്ടൊരു ബാറ്റർ ഉണ്ടാക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മതിയാകും ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് നല്ലോണം സ്ലൈസ് ചെയ്യുക, റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്യുക. എന്നിട്ട് ഈ കടലമാവിൽ മുക്കിയിട്ട് നമ്മൾ ഇതുപോലെ എണ്ണയിൽ വറുത്തെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പം കടലമാവിൻ്റെ ആ ഒരു ബാറ്റർ അത്യാവശ്യം തിക്നെസ് ഉണ്ടാവണം, എന്നാലേ നമുക്ക് അതൊരു ബജി ഇതിൽ നന്നായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. പൊങ്ങി വരണമെങ്കിൽ ഓയിൽ, ഫ്രൈ ചെയ്യുന്ന ഓയിലും കുറച്ച് ചൂടുണ്ടായിരിക്കണം. ചൂടില്ലാത്ത എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പൊങ്ങിയൊന്നും വരില്ല. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട് വന്നാൽ പിന്നെ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ്. അപ്പം ഞാനൊരു വ്ളോഗ് കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ക്യാമറകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ Canon 700D. അപ്പം അത് കുറച്ചായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു ക്യാമറയാണ്. അപ്പം അത് അന്നത്തെ ആ വീഡിയോയ്ക്ക് ശേഷം അതിലെ മെമ്മറി കാർഡ് പുറത്തേക്ക് ഞാനൊന്ന് സ്ട്രോങ് ആയിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പം അതിൻ്റെ കൂടെ എന്തൊക്കെയോ പുറത്തേക്ക് ചാടി. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അവർ വിളിച്ച് പറയുന്നത്, ഷാർജയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് അവർ വിളിച്ച് പറഞ്ഞത് അത് ശരിയാക്കാൻ 500-600 ദിറംസോളം വരും. എന്നിട്ടും ശരിയായി കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ലുലുവിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനൊരു ഓഫർ കണ്ടത്. അപ്പം നമ്മളത് ഓർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് ശരിയായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ ആ ഒരു ഓഫർ എൻഡ് ചെയ്യുന്ന ദിവസം ഇന്നാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ നമ്മൾ ഇറങ്ങി. ലാസ്റ്റ് ഡേറ്റ് ആണെന്ന്. അപ്പം തന്നെ നമ്മൾ ലുലുവിലേക്ക് ആ ഒരു ക്യാമറ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പം പോകുന്ന വഴി എനിക്ക് കറിവേപ്പിലയുടെ ഒരു ചട്ടി വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കാറില്ല. അപ്പം ഇതുവരേക്കും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ തന്നിട്ടുള്ള കറിവേപ്പിലയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരുടെ വീട്ടിലുണ്ടായത്. അപ്പം ആ ഒരു ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ. അപ്പം ഇവിടേക്ക് വന്നപ്പം ഇത് കണ്ടു, പോട്ടിംഗ് സോയിൽ. ഇതുപോലെ ഇങ്ങനെ ചെടികളൊക്കെ വെക്കുന്ന ഷോപ്പിലുണ്ടാവും കേട്ടോ പോട്ടിംഗ് സോയിൽ. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ. അപ്പോൾ കറിവേപ്പില ഇവിടെ ഒരുപാടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തു. നമ്മൾ ക്യാമറ ഒക്കെ വാങ്ങിച്ച് വരുമ്പോഴേക്കും ഈ ഷോപ്പൊക്കെ അടക്കും. അപ്പോൾ പോകുന്ന വഴി തന്നെ വാങ്ങിച്ചു. ഇപ്പോഴും എനിക്ക് മനസ്സിനൊരു സമാധാനം ഇല്ല കേട്ടോ അത് വാങ്ങിക്കുന്ന സമയത്തൊന്നും. കാരണം നമ്മൾ അത്രയും യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നൊരു സാധനം എന്താ പറയുക, കേട് വന്ന് ഇനി അത് നന്നാക്കാൻ പറ്റുന്നുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. എന്താ പറയുക, അപ്പോൾ ഞാൻ അതിപ്പം ഇനി അവിടെ പോയി വാങ്ങിക്കണം. നമ്മൾ നന്നാക്കാൻ കൊടുത്ത അവിടെ നിന്ന് പോയി വാങ്ങിക്കണം. അപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഓഫർ എൻ്റെ ചെയ്യുന്ന ദിവസം ആയതുകൊണ്ട് നമ്മൾ പിന്നെ റിസ്ക് എടുത്തില്ല. എന്തായാലും എനിക്കൊരു ക്യാമറ വേണം. അത് നന്നായി കിട്ടിയാലും എനിക്കത് മതിയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വേറെ ഷോപ്പിലൊക്കെ കൊടുത്ത് അതിന് പിന്നാലെ നടക്കാൻ ഇക്കാക്കും നേരമില്ല. അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുത്തില്ല, വേഗം ഇത് പോയി വാങ്ങിച്ചു. വേറെ ഒന്നും നോക്കിയില്ല. ഇത് Canon 4000D ആണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയിട്ടില്ല വാങ്ങിക്കുമ്പം. പിന്നെ ലുലു കയറിയപ്പം പിന്നെ ചീസിന് കുറച്ച് ഓഫറൊക്കെ കണ്ടപ്പം അത് വാങ്ങിച്ചു. ചീസ് മക്കളുടെ എപ്പോഴും ഫേവറേറ്റ് ആണ്. അപ്പോൾ കുറച്ച് ചീസും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാറണ്ടി കാർഡൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്.
അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ക്യാമറ ഒന്ന് അൺബോക്സിങ് ചെയ്യുവാണ്. പിന്നെ എനിക്ക് പൊതുവേ അങ്ങനെ ഇലക്ട്രോണിക് ഐറ്റംസിനോടും ഇതുപോലെ മൊബൈൽ, ക്യാമറ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ യൂട്യൂബ് ചാനലൊക്കെ ആയ ശേഷം എനിക്ക് എന്തോ ഫൈനൽ ഫോട്ടോ ഇങ്ങനെ ക്യാമറയിൽ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനക്കുറവായിരുന്നു. ഇപ്പോൾ ഒരു വർഷമായിട്ട് പ്രഗ്നൻ്റ് ആയ തൊട്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ മൊത്തം എന്താ പറയുക, എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്ത് പോകാറാണ്. കാരണം ഫൈനൽ ഫോട്ടോ നമ്മൾ ഇങ്ങനെ ക്യാമറയിലൊക്കെ എടുക്കുമ്പം അത്യാവശ്യം സമയമൊക്കെ വേണം. അപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല. പ്രഗ്നൻ്റ് ആയ തൊട്ടിട്ട് ഇപ്പം ഡെലിവറി കഴിഞ്ഞ ഇതുവരേക്കും ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ ക്യാമറയിലൊക്കെ ഫോട്ടോസ് എടുക്കാറുള്ളൂ. അൺബോക്സ് ചെയ്തു. അപ്പം തുറന്ന പാട് ഇതൊക്കെയാണ്. സാധാ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള മെമ്മറി കാർഡും ചാർജറും ഇതൊക്കെയാണ്. ബാറ്ററി ഇതൊക്കെയുണ്ട്. എൻ്റെ അടുത്ത് നേരത്തെയുള്ള ആ ഒരു ക്യാമറയുടെ ഒന്നുകൂടെ ലേറ്റസ്റ്റ് വേർഷൻ. പിന്നെ സെയിം അതുപോലെ തന്നെയാണ് അതിൻ്റെ ഇതൊക്കെ ലെൻസും കാര്യങ്ങളൊക്കെ സെയിം അതുപോലെ തന്നെ, ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ Canon 4000D. പിന്നെ വ്ളോഗ് ചെയ്യാനൊക്കെ ഇതുപോലത്തെ ക്യാമറാസൊക്കെ നല്ലതാണ്. ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പറയുവാണെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് പുറത്തേക്ക് വ്ളോഗ് ചെയ്തിട്ട് നടക്കുവാനൊക്കെ ഭയങ്കര ഒരു മടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്യാമറയൊക്കെയാണ് കൊണ്ടുപോകാറ്. പിന്നെ നമ്മുടെ കൂടെ ഹസ്ബൻഡൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ഹസ്ബൻഡ് ഒന്നും അതിൽ ഇടപെടില്ല. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മെനക്കെടാറില്ല. ഇത് വെച്ചിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും നിൽക്കാറില്ല എനിക്ക്. പക്ഷേ ഫൈനൽ ഫോട്ടോ ഇതുകൊണ്ട് എടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, മുമ്പത്തെ ക്യാമറ വാങ്ങിച്ചപ്പോൾ ഒരു എക്സ്ട്രാ ലെൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ഫിറ്റ് ആവുമെന്ന് നോക്കുവാണ്. പഴയ ക്യാമറ ബാഗാണ്. അത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. ഞാൻ കുറേ നാൾ എന്താ പറയുക, ഭയങ്കര കെയർഫുള്ളായിട്ട് കൊണ്ടുവരുന്ന സാധനമാണ്. എൻ്റെ കൈ കൊണ്ട് തന്നെ കേടന്നു പോയി. അപ്പം ഇതിലേക്ക് ഓക്കെയാണ്. പിന്നെ എൻ്റെ നന്നാക്കാൻ കൊടുത്തിട്ടുള്ള ക്യാമറ ഉണ്ടല്ലോ, അത് ഞാൻ പോയി വാങ്ങിച്ച ശേഷം ഞാനതൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം അതിൻ്റെ കംപ്ലൈൻറ്റും കാണിക്കാം. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർക്കെങ്കിലും അറിയാമെങ്കിൽ, എവിടെയാണ് അത് നന്നാക്കാൻ കൊടുക്കാൻ പറ്റുന്ന സ്ഥലം എന്ന് അറിയാമെങ്കിൽ ഒന്ന് എനിക്കൊന്ന് റിപ്ലൈ തരണം കേട്ടോ. അപ്പോൾ
അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഗാർലിക് ചിക്കനാണ്. അപ്പോൾ ഗാർലിക് ചിക്കൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചപ്പാത്തി, പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ പോകുന്നത്. പിന്നെ കുറേ പേര് എനിക്ക് കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നും നമ്മൾ ചിക്കനാണോ കഴിക്കുക എന്നൊക്കെ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലല്ലേ നമ്മൾ വീഡിയോ എടുക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം കഞ്ഞിയും കുടിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരെ പോലെ തന്നെ നമ്മളും എല്ലാ ദിവസമൊന്നും ചിക്കനും മട്ടനും ഫിഷൊന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനെ കൂടി ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇന്നത്തെ ബ്ലൂപ്പേഴ്സ് ഒന്ന് കണ്ടു നോക്കൂ. റോസ് കുറച്ച് റോസിൻ്റെ അൺബോക്സിങ് ആദ്യം റോസ് കാണിക്കും. എൻ്റെ റോസ് ബോക്സ് അതുകൊണ്ട് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് റോസിൻ്റെ ഈ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അത് ഈ ഭക്ഷണം കഴിക്കുന്നൊക്കെ എടുക്കാൻ പോകുന്നത് റോസു. ഭക്ഷണം കഴിക്കുന്നത് എടുക്കാൻ പോകുന്നത് ഒരു സ്ട്രോങ് ഇല്ലല്ലോ. ഇങ്ങോട്ടേ കാണിക്കും. എന്താ ഇപ്പം ഇതിനകത്തുള്ളത്? എന്താ ആ ഒരു മിഠായി മാത്രമോ? മിണ്ടല്ലേ കോൺസെൻട്രേഷൻ കളയരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ അഴിച്ചിട്ട് ഓക്കെ ഇത് ഫുൾ അഴിക്കണമല്ലേ? അങ്ങനെയാണമ്മ. ഓക്കെ, ഇതിനകത്ത് കൂടെ ഇങ്ങനെ ആക്കിയിട്ട് സോറി എല്ലാം ഊരണം. ഇതിനകത്ത് കിടണം. അറിയില്ലേ? അറിയാത്തുണ്ടോ? എനിക്ക് ഈ ക്യാമറ ഉണ്ടോ അറിയില്ല. പപ്പ എനിക്ക് ഇതായില്ല, എപ്പോ എനിക്കറിയാം. പേപ്പറാണ്. നീയല്ലേ പിന്നെ ക്യാമറ അൺബോക്സ് ചെയ്തോളൂ, അതൊന്നും പഠിക്കില്ല. ഞാൻ പറഞ്ഞു ഇതെങ്ങനെ വെക്കാന്ന്. നീയല്ലേ വലിയ അൺബോക്സ് ചെയ്ത് നീ എന്നെ ശരി. എനിക്കൊരു കഥ ഇടാറില്ല. നിങ്ങളല്ലേ കോച്ച് പറ. അത് ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ടോ, ഇതിനെ കേടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരരുത്. ആണ് ചെയ്തത് കട്ട് എന്താ അത് ലൂസാക്കി അതിലുള്ളത് ആദ്യം അതിൻ്റെ അകത്തേക്ക് താഴെക്കൂടെ എനിക്ക് ഇതുപോലത്തെ പണിയൊന്നും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. സിമ്പിളൊക്കെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഇത്രയും സിമ്പിളായുള്ള സംഭവം എനിക്ക് ഇഷ്ടമല്ല ചെയ്യണം. എന്തായാലും ഇപ്പൊ ഇതിനടി കുടുങ്ങിയില്ലേ? ഇല്ല, കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ നമ്മള് എന്തായാലും ഇപ്പൊ ഇത് ഇതാ ടൈറ്റായി. ഓക്കെ, സമ്മതിച്ചു.